സെക്ഷൻ എപ്പിസോഡ് 6 പാർട്ട് 2 സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജെജയും കെയ്ഫറും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാട്ടോ. നമ്മുടെ യൂറിയാണെങ്കിൽ ജെജയോട് ചോദിക്കും, സൈറസ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണോ നീ അവിടെ പോയെന്ന് ചോദിക്കുമ്പോഴത്തേനും അവൾ പറയും, ഞാനെന്തിനാ അവനെ കാണാൻ വേണ്ടി പോകുന്നതെന്നുള്ളതാണ് ചോദിക്കും. അപ്പോൾ കെയ്ഫറും ചോദിക്കും, നീ അവനെ കാണാനിലേക്ക് പോകണേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അവൾ ചോദിക്കും, ഞാൻ തന്നെ അവനെ കാണണേ, അങ്ങനെയൊക്കെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവേ. അപ്പോഴേക്കും നമ്മുടെ ജെജയാണെങ്കിൽ കെയ്ഫറിനെയും യൂറിനെയും മാറി മാറി നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾക്ക് എന്താ ജലസായോ എന്ന് ചോദിക്കുമ്പോഴത്തേനും കെയ്ഫറാണെങ്കിൽ ആണെന്ന് പറയും, യൂറി ആണെങ്കിൽ അല്ലെന്ന് പറയും. രണ്ടുപേരും ഒരു ടൈമിൽ ആൻസർ പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന ജെജയാണെങ്കിൽ അവരുടെ അടുത്ത് എക്സ്പ്ലനേഷന് വേണ്ടി ഇങ്ങനെ നോക്കുമ്പോഴത്തേനും യൂറി പറയും, നിന്നെ അവൻ ഹേർട്ട് ചെയ്തു, ഇപ്പം ഞങ്ങളവിടെ ഇല്ലായിരുന്നു എന്തായിരുന്നു സംഭവിക്കുക, അതുകൊണ്ടാണ് ഉള്ള കണക്കെന്ന് പറയുവേ. അപ്പോഴത്തേനും നമ്മുടെ കെയ്ഫർ പറയും, എനിക്ക് ജലസായിരുന്നു, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെ കാണാൻ പോകുന്നത് എനിക്ക് ജലസാവില്ലേ അങ്ങനെ ചോദിക്കും. അപ്പോഴത്തേനും നമ്മുടെ ജെജയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ കെയ്ഫറാണെങ്കിൽ ബാക്കിയുള്ളവരോട് ചോദിക്കും, നിങ്ങൾക്കും അങ്ങനെയല്ലേന്ന് ചോദിക്കുമ്പോഴത്തേനും എല്ലാവരും പറയും, അതെ അതെ ഞങ്ങൾക്ക് ജലസാവും, ഞങ്ങൾ കരയും, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജെജയ്ക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കെയ്ഫറാണെങ്കിൽ പിന്നെ പറയും, ഇനി നീ അവനെ കാണാൻ പോയി എന്നെങ്കിലും ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞാൻ റൂമിൽ പൂട്ടിയിട്ട് വെക്കും എന്നുള്ള കണക്ക് പറയുവേ. അപ്പോഴത്തേനും നമ്മുടെ യൂറി പറയും, അവളെ ഞാൻ റൂമിൽ പൂട്ടി വെക്കണേ, അവനെ അങ്ങ് കൊന്നാൽ പോരെ, അങ്ങനെ പറയുമ്പോഴത്തേനും കെയ്ഫർ പറയും, അതാ കറക്റ്റ്, അങ്ങനെ പറഞ്ഞ് അവിടെ നിൽക്കുകയും. അപ്പോൾ നമ്മുടെ ചേച്ചിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോഴത്തേനും അത് കഴിഞ്ഞ് കാണിക്കുന്ന സ്ഥിതി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരാണെങ്കിൽ അവർ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് പിന്നെയും പോകും കേട്ടോ. അപ്പോൾ ചെന്ന് കഴിയുമ്പോഴത്തേനും അവരുടെ കൂളറും അവരുടെ കുറേ സാധനങ്ങളൊക്കെ കാണാനില്ല, ആരൊക്കെയോ കട്ടുകൊണ്ട് പോയി. ഇത് കാണുന്ന അവരാണെങ്കിൽ ചേടാ ഇത് ആരെടുത്തു എന്ന് പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ട് ഇവിടെ നടക്കുവാളെ ചെറിയ പറഞ്ഞ്. അപ്പോഴേക്കും അവന്മാരൊക്കെ അവിടെ ഫുൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഒരു ഗേളിൻ്റെ ടൗല് കിട്ടും കേട്ടോ. ഇത് സെക്ഷനിൽ പഠിക്കുന്ന പെൺകുട്ടിയുടെ ആണേ. അപ്പോൾ ഇവർക്ക് മനസ്സിലാവും സെക്ഷനിലെ ആൾക്കാർ അതെടുത്തുകൊണ്ട് പോയെന്ന്. അപ്പോൾ ഇവന്മാർ ഇങ്ങനെ എന്തെങ്കിലും പണി കൊടുക്കുന്ന ആലോചിക്കുമ്പോഴത്തേനും നമ്മുടെ സിയാൻ്റെ ടെൻറ്റ് ഫുള്ളും പോയിരിക്കുക കേട്ടോ. അപ്പോൾ സിയാൻ്റെ ടെൻറ്റ് ഇങ്ങനെ മാറ്റുമ്പോഴത്തേനും അവിടെ ഒരു വലിയ പാമ്പ് കണ്ട് സിയാൻ ഇങ്ങനെ പേടിച്ചോടുമ്പോഴത്തേനും ഒരു ഫേക്ക് ഡമ്മി പാമ്പായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പോഴത്തേനും ജെജയും അവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്യും, രാവിലെ ആ സെക്ഷനിൽ എനിക്കൊരു പണി കൊടുക്കാമെന്ന് പറഞ്ഞ് അവരെല്ലാം നേരത്തെ എണീക്കുവേ. നമ്മുടെ പിള്ളേരാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ തന്നെ എണീറ്റ് സെക്ഷൻ ഈ പിള്ളേരുടെ അടുത്തോട്ട് ചെന്നിട്ട് ഈ ഫേക്കായിട്ടുള്ള ഈ പാമ്പിനെ കൊണ്ടിട്ടിട്ട് ഷൂ എന്ന് പറഞ്ഞ ശബ്ദം കേൾപ്പിക്കും കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന ഗേൾസൊക്കെ അവിടെ നിന്ന് പേടിച്ച് ഓടും. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ പിള്ളേരെല്ലാം അവിടെ വന്നിട്ട് അവരുടെ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളെല്ലാം തിരിച്ചെടുത്ത് അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവരുടെ ടെൻറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയെ. എന്നിട്ട് എന്താ ടെൻറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടും കാര്യമില്ല, കുറേ ടെൻറ്റൊക്കെ നശിച്ച് കിടക്കുക. അപ്പോൾ ആർക്കും കിടക്കാൻ അങ്ങനെ സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാവരും ടെൻറ്റ് ഷെയർ ചെയ്യാമെന്ന് പറയും. അപ്പോൾ സിയാൻ്റെ ടെൻറ്റ് പോയതുകൊണ്ട് ജെജയുടെ ടെൻറ്റോട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞ് അവർ നിൽക്കുമ്പോഴത്തേനും നമ്മുടെ കെയ്ഫർ പറയും, അത് പറ്റത്തില്ല, നീ ഒരു പെൺകുട്ടിയാണ്, അപ്പോൾ അങ്ങനെ ടെൻറ്റൊന്നും ഷെയർ ചെയ്യാൻ പറ്റില്ല, ജെജയുടെ കൂടെ ആരും ടെൻറ്റ് ഷെയർ ചെയ്ത് ഞാനല്ലാണ്ട് വേറെ ആരും ചെയ്യരുതെന്ന് പറയുമ്പോഴത്തേനും യൂറി പറയും, നീ മാത്രമല്ല ആരും ചെയ്യരുതെന്ന് പറയും. അപ്പം നമ്മുടെ ഡേവിഡ് പറയും, അത് അവളാ തീരുമാനിക്കേണ്ടതെന്ന് പറയുവേ. അപ്പം നമ്മുടെ ജെ പറയും, എൻ്റെ ടെൻറ്റിൽ ഒരുപാട് സ്ഥലമുണ്ട്, അത് കാരണം സിയാൻ കടന്നോട്ടെ എന്നിങ്ങനെ പറയുമ്പോഴത്തേനും കെയ്ഫർ പറയും, നിൻ്റെ ഇഷ്ടം എന്നിങ്ങനെ പറയും. അപ്പോഴത്തേനും നമ്മുടെ സിയാനും ജെജയും കൂടി ഹാപ്പി ആയിട്ട് അവർ അവിടെ സന്തോഷത്തോടെ നിൽക്കും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്താ വെച്ചാൽ നമ്മുടെ ജെ ആണെങ്കിൽ കുളിച്ചിട്ടൊക്കെ വന്നേക്കുവാണേ. അപ്പോഴേക്കും അവളുടെ കൂട്ടുകാരി റാക്കീനെ കാണും കേട്ടോ. അപ്പോൾ അവരെങ്ങനെയുണ്ട് വിശേഷം എന്നൊക്കെ ഞാൻ അവരോട് ചോദിച്ചിട്ട്, നിങ്ങളുടെ ക്യാമ്പിങ് സൈറ്റിൽ പാമ്പൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോഴത്തേനും അവളും പറയും, ഞങ്ങൾക്കുണ്ടെന്ന് പറയും. അപ്പോഴത്തേനും നിങ്ങൾക്കില്ല എന്ന് ചോദിക്കുമ്പോഴത്തേനും ഞങ്ങൾക്കൊന്നും ഇല്ലെന്ന് ഇങ്ങനെ പറയുവേ. അപ്പോഴത്തേനും നമ്മുടെ ജെജയുടെ കഴുത്ത് ഇങ്ങനെ ചുമന്നിരിക്കുന്ന കാണുമ്പോഴത്തേനും നമ്മുടെ രാഖി ഇങ്ങനെ ചോദിക്കും, നിനക്ക് എന്ത് പറ്റി, ഇത് കെയ്ഫറാണോ ചെയ്തേ, നീ റിലേഷൻഷിപ്പിലാണെന്ന് എനിക്കറിയാത്ത കെയ്ഫറാണെന്ന് അറിയാം, നീ അവനാണോ നിന്നെ ഉപദ്രവിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേനും അവൾ പറയും, ഇത് അവനൊന്നും ചെയ്തതല്ല, ഇത് വേറൊരാൾ ചെയ്തതാണ്, പക്ഷേ ഇത് അവനൊന്നും അല്ലെന്ന് ഇങ്ങനെ പറയുവേ. അപ്പോൾ അവളും പറയും, ഇത് കെയ്ഫറാണെങ്കിൽ നീ എന്നോട് പറയണം, അങ്ങനെയൊക്കെ ഓരോന്ന് പറയും കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ചേച്ചി പറയും, അവനൊന്നും അല്ല, നീ എന്തിനാ കെയ്ഫറാന്ന് ഇങ്ങനെ ഓർത്തേന്ന് ചോദിക്കുമ്പോഴത്തേനും അവളും പറയും, കാരണം അവൻ ഇതിനു മുമ്പ് ഒരാളുടെ അടുത്ത് ഇതുപോലെ കാട്ടിയിട്ടുണ്ട്, അവനൊരു ഭ്രാന്തനാണ്, അവൻ ജലസ പെട്ടെന്ന് വരുമെന്ന് ഇങ്ങനെ പറയുവേ. അപ്പോൾ അവൾ ചോദിക്കുന്നത് ആരുടെ അടുത്ത് അങ്ങനെ കാണിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേനും ഫ്രേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മേക്കപ്പൊക്കെ ഇട്ട് നടക്കുന്ന പെൺകുട്ടിയാണ്, അവൾ ഇച്ചിരി ടഫായിട്ടുള്ള പെൺകുട്ടിയാണ്, പക്ഷേ പാവാന്നൊക്കെ പറഞ്ഞ് അവൾ പറയും കേട്ടോ. കെയ്ഫറിൻ്റെ അടുത്ത് കുറച്ച് സൂക്ഷിക്കണം, കെയ്ഫറാണെങ്കിൽ നീ എൻ്റെ അടുത്ത് തുറന്ന് പറ അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേനും അവൾ പറയും, നീ എന്തിനാ പിന്നെ അത് പറയണേ, കെയ്ഫറൊന്നും അല്ലെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ വെച്ചാൽ നമ്മുടെ ചേച്ചിയാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഫുഡ് എടുത്തുകൊണ്ട് ഓടി പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഫ്രേയ ആണെങ്കിൽ ചേച്ചിയുടെ അടുത്തോട്ട് വന്ന് ഫുഡ് ഇങ്ങനെ തട്ടിക്കളയാൻ പാകത്തിന് വരുവേ. അപ്പം നമ്മുടെ ചേച്ചിയാണെങ്കിൽ പേടിച്ചും പോവും. അപ്പോഴേക്കും നമ്മുടെ ഫ്രേയ പറയും, ഫുഡ് ചാടിപ്പോയി കഴിഞ്ഞാൽ അത്ര നല്ലതായിരിക്കൂലേ. അപ്പോഴേക്കും നമ്മുടെ ഫ്രേയ ആണെങ്കിൽ ചേച്ചിയോട് പറയും, ഞാനൊരു കാര്യം അറിഞ്ഞു, നിനക്ക് നല്ല ചോയ്സാണെന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും മൈക്കയൊക്കെ പറയും മിണ്ടാതിരിക്കാൻ പറയും. അപ്പോൾ അവളുടെ അടുത്ത് ദേഷ്യപ്പെടും കേട്ടോ നമ്മുടെ ഫ്രേയ. അപ്പോഴേക്കും യൂറി ആണെങ്കിൽ നീ എന്താ ഒന്നും ഇങ്ങനെ പറയണതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും യൂറി അടുത്ത് പറയും, നീ ഒന്നും പറയണ്ട, നിന്നെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ലെന്നാണ് നീ വിചാരിച്ചേ, എനിക്ക് ഇതിനെപ്പറ്റി എല്ലാം അറിയാമെന്ന് പറഞ്ഞ് ജയജൻ്റെ അടുത്ത് അവൾ പിന്നെ ചെന്ന് ഉപദ്രവിക്കാനൊക്കെ തുടങ്ങും കേട്ടോ.
അപ്പോഴേക്കും നമ്മുടെ ജയ ചോദിക്കും നിനക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴത്തേനും ഫ്രേയ പറയും നീ ഫ്ലേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ അതാ എൻ്റെ പ്രശ്നം എന്ന് പറയും. അപ്പോഴേക്കും ഫെലിക്സ് ആണെങ്കിൽ അവളുടെ അടുത്ത് പറയും മിണ്ടാതിരിക്കുക ഫ്രേയ നീ എന്താ കാണിക്കുന്നത് ചോദിക്കുമ്പോഴത്തേനും ഫ്രേയ പറയും നിൻ്റെ ബ്രദർ ഇതറിഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഇങ്ങനെ സംസാരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവന് ഇഷ്ടമാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേനും അവൾ നമ്മുടെ ചേച്ചിയുടെ മനസ്സിലാക്കും ഈ പേഴ്സിൻ്റെ കാര്യമല്ലേ പറഞ്ഞത് പേഴ്സിക്ക് ഇവളെ അറിയുമോ ഇതെങ്ങനെ ഇവർ തമ്മിൽ അറിയാമെന്നേ ഇതെന്താ കാര്യം ഒന്നും അറിയാത്ത പോലെ അവൾ മൈൻഡിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോഴത്തേനും നമ്മുടെ ഫെലിക്സ് പറയും എൻ്റെ ബ്രദർ അവൻ പോയിട്ട് കുറേ ആയി അതിൻ്റെ ഒപ്പം നീയും പോയി. അപ്പോഴേക്കും നമ്മുടെ ചേച്ചി പറയും പേഴ്സിയോ എന്ന് പറയുമ്പോഴത്തേനും ഫ്രീയെ പറയും പേഴ്സിന് നിനക്കും അറിയോ നിൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ എന്താ ചെയ്തതെന്ന് നിനക്കറിയോ. പിന്നെ നമ്മുടെ ചേച്ചി പറയും എനിക്കറിയില്ല എന്നുള്ളതാണ് ഇങ്ങനെ പറയുമ്പോഴത്തേനും നീ അതറിഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ റിയാക്ഷൻ എനിക്ക് കാണണം നീ അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചേച്ചി ചോദിക്കും നിങ്ങൾ എന്താ ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ കാര്യം എന്ന് കേഫറിനോടും യൂറിയോടും ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ കേഫർ പറയും ഞങ്ങളിപ്പോൾ ഒത്തിരി ടയേർഡായിട്ട് നിൽക്കുക വിശക്കുകയും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ചേച്ചി എന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ജയ പറയും ഇവിടെ എന്താ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തെങ്കിലും പറയാമെന്ന് പറയുമ്പോഴത്തേനും കേഫറും യൂറിയും കൂടി പറയും നീ ഇത് പറയണ്ട നീ. അപ്പോഴത്തേനും നമ്മുടെ ജയ പറയും ഞാൻ അറിഞ്ഞ എന്താ കുഴപ്പം. അപ്പോഴത്തേനും നമ്മുടെ കേഫർ പറയും ഇത് ഞങ്ങളൊരു തെറ്റാണ് ഞങ്ങൾ ചെയ്ത തെറ്റാതെ നീ അറിയണമെന്നില്ലെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ജയ പറയും ഓ അപ്പോൾ ഞാൻ ആരാ ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ ഞാൻ എന്തിനാണ് നിങ്ങളെ ഓർത്ത് വിഷമിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് അവൾ ആകെ വിഷമിച്ച് അവിടെ നിന്ന് പോകും കേട്ടോ. അപ്പോൾ നമ്മുടെ ജയജാണ് കുറച്ച് മാറി ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണേ. അപ്പോഴേക്കും നമ്മുടെ ചേച്ചി നോക്കുമ്പോഴത്തേനും അവിടെ ആരും ഇരുന്ന് കരയും പോലെ തോന്നി ഒരു പെൺകുട്ടി ഇരുന്ന് കരയണ പോലെ അവർക്ക് തോന്നും കേട്ടോ. അപ്പോഴത്തേനും അവളാണെങ്കിൽ അവിടെ ചെന്ന് നോക്കുമ്പോഴത്തേനും അത് ഫ്രേയ ആയിരുന്നു. ഫ്രേയ അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഫ്രേയ ആണെങ്കിൽ ചേച്ചി വരുന്നത് കാണുമ്പോഴത്തേനും പറയും ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്ന് കുറച്ച് മുമ്പ് നടന്ന കാര്യം എന്താണെന്ന് ചോദിക്കാനാണോ എനിക്കിപ്പോൾ ഒരു ആർഗ്യൂ ചെയ്യാൻ പറ്റിയ മൂഡിലല്ലെന്ന് പറയുമ്പോഴത്തേനും ജയ വന്നിട്ട് പറയും കുറച്ച് മുമ്പ് നടന്ന കാര്യമില്ലേ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്ന് പറയുമ്പോഴത്തേനും ഫ്രേയ പറയും നിൻ്റെ ഫ്രണ്ട്സ് നിന്നോട് പറഞ്ഞു എന്നാണ് ഞാൻ ഓർത്തത്. അപ്പോൾ നമ്മുടെ ചേച്ചിയും ഇല്ലെന്നിങ്ങനെ തലയാട്ടുമ്പോഴത്തേനും നമ്മുടെ ഫ്രീ ആണെങ്കിൽ കാര്യം പറയാൻ തുടങ്ങും. ടൂഴ്സി പോയതിന് ശേഷം യൂറിയാണ് അവളുടെ അടുത്ത് ആദ്യം വന്നത്. യൂറിയാണെങ്കിൽ എല്ലാ കാര്യത്തിനും അവളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യും അവളെ നല്ല പോലെ നോക്കുക ചെയ്തേ. പക്ഷേ എല്ലാ ആൺകുട്ടികളും എന്താണോ വേണ്ടത് അതെടുത്തിട്ട് അവളെ വിട്ടിട്ട് അവൻ പോകും. അപ്പോൾ അതിന് ശേഷമാണ് കേഫർ അവളുടെ ലൈഫിലോട്ട് വരുന്നത്. അപ്പോൾ കേഫറാണെങ്കിൽ അവൾക്ക് വേണ്ട കാര്യങ്ങളും എല്ലാം ചെയ്തു ഒക്കെ കൊടുത്തു. അവളൊരു റാണീനെ പോലെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. പിന്നീട് അവൾക്ക് മനസ്സിലായ അവൾ എടുത്ത ആ തീരുമാനം റോങ്ങാന്ന്. പക്ഷേ നമ്മുടെ ഫ്രേയ്ക്കാണെങ്കിൽ യൂറിയോട് പിന്നെയും ഫീലിങ്സ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കേഫറാണെങ്കിൽ ഫ്രേയനെ പിടിച്ച് അടിക്കാനൊക്കെ തുടങ്ങി. അപ്പോഴേക്കും അവളെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വേറെ ആൾക്കാരുടെ പുറത്തൊക്കെ പോകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത് കാരണം അവർ തമ്മിൽ ഇന്നും അടിയായി. അപ്പോൾ ഇത് അവസാനം ഇവർ ബ്രേക്കപ്പ് ആവുകയൊക്കെ ചെയ്തു. അപ്പം നമ്മുടെ ജയജയാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുക സത്യം അറിയണേക്ക് മുമ്പ് കുറച്ചായിരുന്നു വിഷമം ഇപ്പോൾ സത്യം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും കുറേ കൂടി വിഷമമായില്ലോ എന്നുള്ള പോലെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഫ്രേയ എണീറ്റ് പോകാൻ തുടങ്ങും കേട്ടോ. അപ്പം നമ്മുടെ ജയജയാണെങ്കിൽ ഹഗ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും അവൾ സമ്മതിക്കില്ല. അവളെ തട്ടി മാറ്റിയിട്ട് പയ്യെ നടന്നു. അപ്പം നമ്മുടെ ജയജയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുവാണേ. ഇതോടെ നമ്മുടെ സെക്ഷൻ എയുടെ 6 എപ്പിസോഡിൻ്റെ പാർട്ട് 2 തീർന്നു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡ് അടുത്ത ഫ്രൈഡേ ആയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.